ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കോഫി വിത്ത് ലൂക്കിൽ. ഇന്ന് അതിമനോഹരമായ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന അറബിക്കടലിനും വേമ്പനാട്ട് കായലിനും ഇടയിലുള്ള അതിമനോഹരമായൊരു ജില്ലയാണ് ആലപ്പുഴ. നല്ല ചൂട് കാപ്പിയാണ്. ഞാൻ നിൽക്കുന്നത് കാനോവിൽ എന്ന് പറയുന്ന അതിസുന്ദരമായ ഒരു ഇവൻറ്റ് ഡെസ്റ്റിനേഷനാണിത്. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹങ്ങളും സൃഷ്ടിയുമാണ് ഇവിടെ എത്രയും ഇതിനെ മനോഹരമാക്കി നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആലപ്പുഴ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അതായത് ഇത്രയും വൈഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലേക്ക്. എനിക്കൊന്ന് ഇവിടുത്തെ ആലപ്പുഴയിൽ ഇത്രയും പ്രത്യേകതയുള്ള സ്ഥലം വളരെ ചുരുക്കമല്ലേ ഇല്ല. കാരണം ഇവിടെ നോക്കിയാൽ നേരെ കാണുന്ന കോട്ടയമാണ്. അവിടുത്തെ ഫ്ലാറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ ലോകത്തെമ്പാടുമുള്ള അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന അതിമനോഹരമായൊരു തുരുത്താണ് ഈ സ്ഥലം. ഇതൊരു ട്രഡീഷണൽ പ്ലേസാണ്. എന്തുകൊണ്ട് ഒരു പക്ഷേ IT കമ്പനികളാകട്ടെ, മറ്റേതെങ്കിലും കോർപ്പറേറ്റ് അല്ലെങ്കിൽ വൈസ് പെർഫെക്റ്റ് ഒരു ഇവൻറ്റ് എന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ കാനോയിൽ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. അറബിക്കടലിനും വേമ്പനാട്ട് കായലിനും ഇടയിലുള്ള, എനിക്ക് അങ്ങോട്ട് നോക്കിയാൽ നല്ല സൺലൈറ്റാണ്. അത് രാവിലെ 7 മണി ആയതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ തന്നെ നോക്കിയാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ന് കോഫി വിത്ത് ലൂക്കിൻ്റെ ഒരു സെഷനിലേക്ക് ഞാൻ വരുന്നത്. നമ്മൾ ആലപ്പുഴയെ പറ്റി എപ്പോഴും പറയുന്നത് ഹൗസ് ബോട്ടുകളുടെ വലിയൊരു പർദീസയാണ്. ഇവിടെ എത്ര ഹൗസ് ബോട്ടുകളുണ്ടെന്ന് പോലും നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും തരത്തിൽ. അതുപോലെ മത്സ്യസമ്പത്തിൽ ഏറ്റവും കരിമീനും അല്ലെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള വലിയ മത്സ്യസമ്പത്തുള്ള സ്ഥലം. അപ്പോൾ വൈ ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫോർ ഈവൻറ്റ്സ് എന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ചില സമയങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒഫീഷ്യലായ ചില കാര്യങ്ങളുമായി ഇവിടെ ചിലവഴിക്കുകയായിരുന്നു. വളരെ ശാന്തമായി, യാതൊരു ബഹളങ്ങളൊന്നുമില്ലാത്ത ശാന്തമായി ഇരിക്കാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ്. ഇവിടെ ആളുകൾ ദിവസങ്ങളോളം വന്നാണ് താമസിക്കുന്നത്. കാരണം മീൻ പിടിക്കുക, അത് കാണുക, അതുപോലെ വിവിധ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ, അങ്ങനെയുള്ള എല്ലാത്തിനും ക്രമീകരണം ഒരുക്കിയ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. പുന്നമട കായലിനോട് ചേർന്ന് വളരെ മനോഹരമായ ദൃശ്യ സൗന്ദര്യം കൊണ്ട് അലതല്ലുന്ന ഒരു മനോഹരമായ പ്ലേസ്. ഇത്രയും വൈഡായിട്ടുള്ള ഈ മനോഹരമായൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് ചുറ്റും ആദ്യകാല റിസോർട്ടുകളൊക്കെ തുടങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് ക്രിക്കറ്റ് താരങ്ങളൊക്കെ വന്ന് താമസിച്ചിട്ടുള്ള മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. നെയ്വില്ലിലെ ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് കൊയ്തെടുത്ത നെല്ലിൽ ഉണ്ടാക്കിയ നല്ല ചിരട്ടപ്പുട്ടും പപ്പടവും പയറും ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇവിടെ നിന്നുകൊണ്ട് ആ ലോങ് വ്യൂ, ഇപ്പോൾ ഇച്ചിരി സൺലൈറ്റ് കൂടിപ്പോയി, അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പം വൈകിട്ടൊക്കെ നല്ല രസം കാണാൻ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാനോയിൽ ഒരുക്കിയിരിക്കുന്നത്. കാനോവിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ ആലപ്പുഴയിൽ വിചിത്രമായ ഒരു കാഴ്ചയാണ്. ധാരാളം മരങ്ങളും തെങ്ങുകളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന, കണ്ടാൽ നല്ല ഒരു നമ്മുടെ ഒരു ഫോറസ്റ്റിൽ നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആംബിയൻസ്. നമ്മുടെ സ്നേഹിതനായ ജിജോ ചാക്കോ എങ്ങായിട്ടുള്ള ഒരു വളരെ അംബീഷ്യസ് ആയിട്ട് ചെറുപ്പക്കാരാണ്. ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരൊക്കെ നാട് വിട്ട് പരദേശികളായിട്ട് പല രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ ആ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിത സ്വപ്നത്തെ സാക്ഷാത്കരിച്ചത് ഈ തരത്തിൽ ആളുകളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒന്നുകൂടെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഏറ്റവും ഊഷ്മള നൽകുന്ന അതിമനോഹരമായൊരു സ്ഥലമാണിത്. അങ്ങനെയാണെങ്കിൽ കോഫി വിത്ത് ലൂക്കിൻ്റെ ഇന്നത്തെ ഈ പ്രഭാതം ഒരു പക്ഷേ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ വളരെ ട്രഡീഷണലായിട്ട് എനിക്കും മനസ്സിന് വലിയ ഊഷ്മളത കിട്ടിയ ഒരു നല്ല ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിലെ ആ പുതിയ വാതായനം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ കുറച്ചും കൂടെ ഉത്തേജിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ മറ്റ് പാത്തയും നമ്മുടെ അരയന്നങ്ങളൊക്കെ ഉണ്ട്, ഗൂസൊക്കെ ഉണ്ട്. ഇതൊക്കെ നിറച്ച് മീൻ കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്ലെങ്കിൽ കായലിൻ്റെ ആ വശ്യമായ ആ ഒരു ഊഷ്മളതയിലാണ് ഇന്നത്തെ ഈ പ്രഭാതം. നമുക്ക് ഒരുമിച്ച് ഒരു പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും സ്നേഹിതരോ അല്ലെങ്കിൽ വിവാഹമോ എൻഗേജ്മെൻറ്റുകളോ ബർത്ത്ഡേ പാർട്ടി എന്തുമുണ്ടെങ്കിൽ ഈ ഒരു പേര് നിങ്ങളുടെ മനസ്സിലൊന്ന് പതിച്ചിട്ടെ, നല്ലതാണ്. ഓക്കെ, പുതിയ പേരായി, പുതിയ ഓർമ്മയായി നിൽക്കട്ടെ കാനോയിൽ. വല്ലപ്പോഴൊക്കെ നമുക്കിവിടെ കാണാം. ബൈ.